ഇന്ന് ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി. ഗുരുവായൂർ ജന്മാഷ്ടമി എന്ന പോലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വൈക്കത്തഷ്ടമി. 12 ദിവസത്തെ ഉത്സവത്തിന് സമാപനം അഷ്ടമി ദിനത്തിലായതിനാൽ ഈ പേര് സിദ്ധിച്ചത്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ആൽച്ചുവട്ടിൽ തപസ് അനുഷ്ഠിച്ചിരുന്ന വ്യാഘ്രപാദ മഹർഷിക്ക് പാർവതീ സമേതനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ദർശനം നൽകി അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം. ആ പുണ്യമുഹൂർത്തത്തിലാണ് അഷ്ടമി ദർശനം നടത്തുന്നത്. 108 ശിവാലയങ്ങളിൽ ഒന്നായ വൈക്കം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ഭഗവാൻ ശിവനും തൊട്ടടുത്ത് ഉദയനാപുരം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യ സ്വാമിയും അദ്ദേഹത്തിൻ്റെ മകനാണല്ലോ. അതിനാൽ അഷ്ടമി നാളിലെ ഈ 2 പേരുടെയും കൂടിയെഴുന്നള്ളത്ത്, പിതൃപുത്ര സമാഗമം, അത് ദർശിക്കാൻ നിരവധി ജനങ്ങൾ വൈക്കം ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇത്രയും അധികം വിശേഷങ്ങളുള്ളപ്പോൾ നമ്മുടെ കണ്ണൻ അവിടെ പോവാതെ പറ്റില്ലല്ലോ. അതിനായി അനുവാദം വാങ്ങാൻ അച്ഛൻ തിരുമേനിക്ക് അവിടെ ഇരിക്കപ്പുറുതി കൊടുത്തിട്ടില്ല ഉണ്ണി. കൂടിയെഴുന്നള്ളത്ത് രാത്രിയല്ലേ, അപ്പോൾ ഇവിടെ നട അടച്ചതിന് ശേഷം ഞാൻ ഒന്ന് പോയിട്ട് വന്നോട്ടെ. എന്ത് ഭംഗിയായിരിക്കും സാക്ഷാൽ പരമശിവനെയും അദ്ദേഹത്തിൻ്റെ പുത്രനായ സ്കന്ദഭഗവാനെയും ഒരുമിച്ച് തൊഴാനുള്ള അഭൂതപൂർവമായ നിമിഷങ്ങളല്ലേ. ഉണ്ണി ഒന്ന് പോയിക്കോട്ടെ. വേഗം പോയിട്ട് നിർമ്മാല്യത്തിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ എത്തിക്കോളാം, ഉറപ്പ്. വഞ്ചാരക്കുട്ടൻ്റെ ആഗ്രഹമല്ലേ അച്ഛൻ തിരുമേനി സാധിച്ചു. ശരി, പോയിട്ട് വന്നോളൂ. സൂക്ഷിച്ച് പോണേ കണ്ണാ. കണ്ണന് സന്തോഷമായി. യാത്ര തിരിച്ചു. വൈക്കത്ത് അമ്പലത്തിലെത്തി. അമ്പലത്തിനകത്ത് കയറി തൊഴുതതിന് ശേഷം ക്ഷേത്രത്തിനകത്തുള്ള ഒരു മുത്തശ്ശിക്കൂവളുണ്ട്. ആ തറയിൽ ചെന്ന് നിന്നു. ഉണ്ണിക്കണ്ണൻ്റെ സ്പർശനത്താൽ മോക്ഷം കിട്ടിയ സന്തോഷത്തിൽ കൂവളത്തമ്മ കണ്ണൻ്റെ കാൽപാദങ്ങളിൽ കൂവളത്തില വർഷിച്ചു. അവിടെ കാലൊക്കെ ആട്ടിക്കളിക്കുന്ന ഉണ്ണിക്കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാ. അപ്പോഴേക്കും എഴുന്നള്ളിക്കിന് നേരായി. ഭഗവാൻ ശിവന്റെ തിടമ്പ് ആനപ്പുറത്ത് ഏറിയപ്പോൾ ഉണ്ണിക്കണ്ണനും വൈക്കത്തപ്പനെ തൊഴുത് നിന്നു. ശംഭോ മഹാദേവ, വൈകുണ്ഠപതേ നമഃ. ആനപ്പുറത്ത് കയറി കൂടിയെഴുന്നള്ളത്തിൻ്റെ സമയമായപ്പോൾ സ്കന്ദൻ വരുന്ന കണ്ടപ്പോഴേക്കും കണ്ണന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. കണ്ണടച്ചൊന്ന് സങ്കല്പിച്ച് നോക്കൂ, വൈക്കത്തപ്പൻ ഉദയനാപുരത്തെ മകനെയും കാണുന്ന കാഴ്ച. ആ കാഴ്ച കണ്ട് സന്തോഷിക്കുന്ന ഉണ്ണിക്കണ്ണനും 3 നാമങ്ങൾ ഒരുമിച്ചുണർന്നു. അന്തരീക്ഷം മുഴുവനും നാമജപത്താൽ നിർഭരമായി നിന്നു. ശംഭോ മഹാദേവ, ഹരഹരോ ഹരഹര, ഹരേ നാരായണ. ഓരോ ഭക്തരും ഭക്തിയുടെ പരമോന്നതിയിലെത്തുന്ന നിമിഷം. അങ്ങനെ വൈക്കത്താഷ്ടമിയുടെ ദിവ്യാനുഭവം ഓരോ ഹൃദയത്തിലും പ്രകാശമായും കരുണയായും ഭക്തിയായും എന്നും നിലനിൽക്കട്ടെ. ശംഭോ മഹാദേവ. സർവം കൃഷ്ണാർപ്പണമസ്തു.